ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പോൾട്രി ഡിസീസസ് ആണ്. നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനിൽ പോൾട്രിയെ പറ്റി പറഞ്ഞിരുന്നു എന്തൊക്കെയാണെന്ന്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഡിസീസുകൾ, അസുഖങ്ങൾ, രോഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്. ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന രണ്ടാളുകളുണ്ട്. ഒന്ന് പാസ്റ്റുറല്ലോസിസ് അല്ലെങ്കിൽ ഫോൾ കോളറ എന്ന് പറയും, അല്ലെങ്കിൽ പുല്ലോറം ഡിസീസ്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്, പാസ്റ്റുറല്ലോസിസും അതുപോലെ പുല്ലോറം ഡിസീസും. അതിൽ പാസ്റ്റുറല്ലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റുറല്ലോസിസ് അല്ലെങ്കിൽ ഫോൾ കോളറ എന്ന് പറയുന്നത് എന്താണ്? അതുണ്ടാക്കുന്ന കോസൽ ഓർഗാനിസം പാസ്റ്റുറല്ല മൾട്ടോസിഡ. ഓക്കെ, പാസ്റ്റുറല്ല മൾട്ടോസിഡ എന്ന് പറയുന്ന ആളാണ് അത് കോസ് ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റം എന്താണ്? ഹൈ മോർട്ടാലിറ്റി റേറ്റ് വിത്ത് ഗുഡ് ബോഡി കണ്ടീഷൻ ആൻഡ് നോ സൈൻസ് ഇൻ പെർ അക്യൂട്ട് കേസസ്. അതായത് കുറേ കോഴിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കോഴികൾ ഇങ്ങനെ ചത്തൊടുങ്ങി വീഴുന്നു, പക്ഷേ നമുക്ക് കാണുന്ന രീതിക്കുള്ള സിംറ്റംസ് ഒന്നും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, സിംറ്റമായിട്ട് പറയുന്നത്. ബട്ട് ഇൻ അക്യൂട്ട് കേസസ് സിംറ്റംസ് ഇൻക്ലൂഡ് ഡിപ്രഷൻ, അനോറെക്സിയ, മ്യൂക്കസ് ഡിസ്ചാർജ് ഫ്രം ഓറിഫിസസ് ആൻഡ് ഫോൾ സ്മെല്ലിംഗ്, ഗ്രീനിഷ് ഡയറിയ ഒക്കെ ഉണ്ടാകുന്നത്. അതായത് അക്യൂട്ട് ആയിട്ടുള്ള ഭയങ്കര അക്യൂട്ട് കേസുകളിൽ, സിവിയർ ആയിട്ടുള്ള കേസുകളിൽ എന്ത് സംഭവിക്കുന്നു? ഡിപ്രഷൻ. അതായത് കോഴിക്ക് ഒന്നിനും ഒരു ഉഷാറിൽ ഒരു നിരാശ പിടിച്ചൊരവസ്ഥ. അനോറെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീനെയാണ് നമ്മൾ അനോറെക്സിയ എന്ന് പറയുന്നത്. അനോറെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ലായ്മ, ഭക്ഷണം ഒന്നും കഴിക്കില്ല, അതാണ് അനോറെക്സിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മ്യൂക്കസ് ഡിസ്ചാർജ് ഓറിഫിസസ് എന്ന്, അതിൻ്റെ ഫീക്കൽ മാറ്റർ വരുന്ന ഒരു ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ ഒറിഫിസസ് എന്ന് പറയുന്നത്. ഒറിഫിസസ് എന്നാണ് പറയുന്നത്. ആ ഭാഗത്തിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? മ്യൂക്കസ് ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫോൾ സ്മെല്ലിങ്, വയറിളക്കമൊക്കെ വരുന്ന കോഴിക്കുണ്ടാവും. ആ വയറിളക്കത്തിന് എന്താണ്? ഒരു പൊട്ട സ്മെല്ലൊക്കെ അനുഭവപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അക്യൂട്ട് സ്റ്റേജസിൽ വരുന്ന സിംറ്റംസ്. ഇനി സിംറ്റംസ് വേറെ എന്തും കൂടെ ഉണ്ട്. കൺജക്റ്റിവൈറ്റിസ്, കണ്ണിന് ബാധിക്കുന്നതാണ്. പിന്നെ സ്വെല്ലിംഗ് ഓഫ് വാട്ടിൽ. ആ വാട്ടിൽ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്ലൈഡ് കാണിച്ചു തരാം, അപ്പോൾ അതിനകത്ത് മനസ്സിലാവും. വാട്ടിൽ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ കോഴിയുടെ ക്ലാസ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് പറഞ്ഞപ്പോൾ വാട്ടിൽ എന്ന് പറയുന്നൊരു പോർഷൻ അതിനകത്ത് ഉണ്ടായിരുന്നില്ല, പറയാനും വിട്ടുപോയി. പക്ഷേ ഒരു കോഴിയുടെ ഈ നെക്ക് പോർഷനിലായിട്ട് ഒരു രണ്ട് സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനാണ് എന്ത് പറയുന്നത്? വാട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ അത് കോഴിയുടെ കഴുത്താന്നിരിക്കട്ടെ, കഴുത്താണെങ്കിൽ ഈ ഭാഗത്തും കോഴിക്ക് രണ്ട് സാധനങ്ങൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാട്ടിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വാട്ടിൽ. ഓക്കെ, കോഴിയുടെ കഴുത്തിൻ്റെ സൈഡിൽ രണ്ട് തൂങ്ങിക്കിടക്കുന്ന സാധനം, അതിനെയാണ് നമ്മൾ വാട്ടിൽ എന്ന് വിളിക്കുന്നത്. ഇനി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്താണ്? മെഡിക്കേഷൻ, വാക്സിനേഷൻ, റോഡൻറ്റ് കൺട്രോൾ. നമ്മൾ പ്രോപ്പറായിട്ട് അതിന് മരുന്ന് കൊടുക്കണം, വാക്സിനേഷൻ ചെയ്യണം, അതുപോലെ തന്നെ ഈ റോഡൻസിനെ കൺട്രോൾ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ പാസ്റ്റുറല്ലോസിസ്. ഓക്കെ, പാസ്റ്റുറല്ലോസിസ് അല്ലെങ്കിൽ ഫോൾ കോളറ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്താണ് പുല്ലോറം ഡിസീസ്. എന്താണ് പുല്ലോറം ഡിസീസ്? അതുണ്ടാക്കുന്നത് സാൽമോണല്ല പുല്ലോറം. ആ പേരിനകത്ത് തന്നെ ഉണ്ട്, സാൽമോണല്ല പുല്ലോറം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പുല്ലോറം ഡിസീസ് ഉണ്ടാക്കുന്നത്. അതിലെന്താ സംഭവിക്കുന്നത്? യങ് ചിക്സ് ആർ കോമൺലി എഫക്റ്റഡ് വിത്ത് ഹൈ മോർട്ടാലിറ്റി റേറ്റ്. ചെറിയ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഡിപ്രഷൻ, ടെൻഡൻസി ടു ഹഡിൽ, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, വെയിറ്റ് ലോസ്, സോയിൽഡ് വെൻറ്റ്, വൈറ്റ് വിസ്കസ്, ചോക്കി, ഡയറി ആൻഡ് സഡൻ ഡെത്ത്. കോമൺ ആയിട്ട് പറയാം, വെൻറ്റ് റീജിയൻ ഉണ്ടല്ലോ, അതായത് ഫീക്കസ് വരുന്ന ആ ബാക്ക് പോർഷൻ, വെൻറ്റ് റീജിയൻ കോഴിയുടെ അവിടെ നമുക്ക് ഈ സോയിൽഡ് വെൻ്റ് ആയിരിക്കും. ഈ മണ്ണ് പോലെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന അങ്ങനെ ഒരു റീജിയൻ ആയിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ്? ഡിപ്രഷൻ, അതായത് കോഴിക്ക് ഒന്നിനും ഒരു ഉന്മേഷവും ഇല്ല, റെസ്പിറേഷൻ ഡിസ്ട്രസ് ഉണ്ടാവും, അതിനെ പറയുന്ന ഡിസ്പിനിയ എന്നാണ്. അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവും. വയറിളക്കം എന്ന് പറയുമ്പോൾ നല്ല വെള്ള കളറിൽ ചോക്കി മാസസ് ആയിട്ടായിരിക്കും വയറിളകി പോകുന്നത്. പെട്ടെന്ന് കോഴി മരിച്ചു പോകും, ചത്തു പോവുകയും ചെയ്യുന്നു. ഇനി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്താണ്? സ്ലോട്ടർ ഓഫ് കാരിയേഴ്സ്. ഇത് ക്യാരി ചെയ്യുന്ന, അതായത് ഈ അസുഖം ബാക്ടീരിയൽ ഡിസീസ് ക്യാരി ചെയ്യുന്ന ആളുകളെ നമ്മൾ സ്ലോട്ടർ ചെയ്യുന്ന വെച്ചാൽ കില്ല് ചെയ്ത് കളയുക. ഓക്കെ, കൊന്നു കളയുക. ഇനി റൂട്ടീൻ സെറോളജിക്കൽ ടെസ്റ്റിംഗ് ഓഫ് ബ്രീഡിംഗ് സ്റ്റോക്ക്.
ഇത് വളർത്തുന്ന അല്ലെങ്കിൽ ഇത് പെറ്റ് പെരുകുന്ന സ്ഥലം, മുട്ടയിടുന്ന സ്ഥലമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റൂട്ടീനായിട്ട് സെറോളജിക്കൽ ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുക. ഹാച്ചറി ഹൈജീൻ, നമ്മൾ ഇതിന് വളർത്തുന്ന സ്ഥലം വൃത്തിയുള്ളതാണോ എന്നുള്ളത് നോക്കണം. പിന്നെ റോഡ് ആൻഡ് കൺട്രോൾ. ഓക്കെ, അതാണ് പുല്ലോറം ഡിസീസിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം, കോസ്റ്റൽ ഓർഗാനിസം സാൽമോണല്ല പുല്ലോറം ആണ്. യങ് ചിക്സ് ആണ് ഇതിൽ കോമൺ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സിംറ്റംസ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു, പ്രിവെൻഷൻ ആൻഡ് കൺട്രോളും പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് വൈറൽ ഡിസീസ്. ഓക്കെ, വൈറൽ ഡിസീസിനകത്ത് ഒരു 5 ആളുകളാണ് വൈറൽ ഡിസീസിനകത്ത് വരുന്നത്. ഒന്ന് ന്യൂ കാസിൽ ഡിസീസ് അല്ലെങ്കിൽ റാണിക്കെറ്റ് ഡിസീസ് എന്ന് പറയും. രണ്ടാമത്തെ ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസ്. ഓക്കെ, ഇൻഫെക്ഷ്യസ് ബേഴ്സൽ ഡിസീസ് IBD എന്ന് പറയും. അടുത്തത് ഫോൾ പോക്സ്. നാലാമത്തെ മാരക്സ് ഡിസീസ്. ദെൻ ഏവിയൻ ഇൻഫ്ലുവൻസ ഓർ ഫോൾ പ്ലാഗ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വൈറൽ ഡിസീസിനകത്ത് വരുന്ന ആദ്യ ഡിസീസാണ് ന്യൂ കാസിൽ ഡിസീസ് ഓർ റാണിക്കെറ്റ് ഡിസീസ്. ഇറ്റ് ഈസ് എൻ അക്യൂട്ട് ഹൈലി കണ്ടേജിയസ് റാപ്പിഡ്ലി സ്പ്രെഡിംഗ് വൈറൽ ഡിസീസ്. കോസൽ ഓർഗാനിസം പാരിമിക്സോ വൈറസ് ടൈപ്പ്. ഓക്കെ, പാരിമിക്സോ വൈറസ് ടൈപ്പാണ് എന്ത് ചെയ്യുന്നത്, ഇത് കോസ് ചെയ്യുന്നത്. ഓക്കെ, പാരിമിക്സോ വൈറസ് ടൈപ്പാണ് എന്ത് ചെയ്യുന്നത്, ഇത് കോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്യൂട്ട് ആയിട്ടുള്ള ഹൈലി കണ്ടേജിയസ് റാപ്പിഡ്ലി സ്പ്രെഡിംഗ് ആയിട്ടുള്ള വൈറൽ ഡിസീസാണ് ഇത്. സിംറ്റം എന്താണ്, ബേർഡ്സ് ഡൈ വിത്തൗട്ട് എനി വിസിബിൾ സിംറ്റം. കാഴ്ചയിൽ ഒരു സിംറ്റവും ഇല്ലാതെ പക്ഷി അങ്ങ് ചത്തുപോകുന്ന അവസ്ഥയാണ് ന്യൂ കാസിൽ ഡിസീസ് ഓർ റാണിക്കെറ്റ് ഡിസീസ്. കോസൽ ഓർഗാനിസം പാരിമിക്സോ വൈറസ് ആണ്. പാരിമിക്സോ വൈറസ് വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ വൈറസ് ആണ് പടർത്തുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇൻ സബ് അക്യൂട്ട് ഫോം സിംറ്റംസ് ഇൻക്ലൂഡ് ഡിപ്രഷൻ, ഗ്രീനിഷ് ഡയേറിയ, സൈനോസിസ് ഓഫ് കോംബ്, പാരലൈസിസ് ഓഫ് വിങ്സ്, നെക്സ് ആൻഡ് ലെഗ്സ്. ബേർഡ്സ് അഡോപ്റ്റ് പെക്യുലർ പോസ്ചർ വിത്ത് ഹെഡ് ബെനീത്ത് ദെയർ വിങ്സ്, ഡ്രോപ്പ് ഇൻ നെക്ക് പ്രൊഡക്ഷൻ. അതായത് സബ് അക്യൂട്ട് ഫോംസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഡിപ്രഷൻ, ഗ്രീനിഷ് ഡയറിയ, വയറിളകുമ്പോൾ നല്ല പച്ച കളറിൽ പോകുന്നത്, സയനോസിസ് ഓഫ് കോംബ്. അതായത് ഈ സയനോസിസ് എന്ന് പറയുന്നത് സയനോസിസ് കോംബ് റീജിയൻ അല്ലെങ്കിൽ ക്രൗൺ റീജിയൻ പറഞ്ഞു. ഈ കോംബ് റീജിയൻ എന്തായിട്ട് മാറും, കോഴിയുടെ ഈ കോംബ് റീജിയൻ എന്തായിട്ട് മാറും, നീല കളറിലാവും അല്ലേ, ബ്ലൂ കളറിലായിട്ട് മാറും. സയനോസിസ് ബ്ലൂ കളറിലാവുന്നു. ചിലപ്പോൾ വല്ല വിഷം തീണ്ടിയതൊക്കെ ആവാം. ആ ഒരു രീതിക്ക് ഈ കോംബ് റീജിയൻ ആവാം, അല്ലെങ്കിൽ ബോഡിയുടെ ഏതെങ്കിലും റീജിയൻ. സൈനോസിസ് എന്ന് പറഞ്ഞാൽ നീല കളർന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും വിഷം തീണ്ടിയതോ അല്ലെങ്കിൽ നമ്മുടെ കോഴിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ അവരിൽ ബോഡി റീജിയനിൽ എന്തെങ്കിലും ഒരു ബ്ലൂ കളറിൽ കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്, സൈനോസിസ് എന്ന് പറയുന്നത്. ഇനി പാരലൈസിസ് ഓഫ് വിങ്സ്, നെക്ക് ആൻഡ് ലെഗ്. ബേർഡ് അഡോപ്റ്റ് പെക്യുലർ പോസ്ചർ വിത്ത് ഹെഡ് ബിനീത്ത് ദെയർ വിങ്സ്. അതായത് ഒരു പെർട്ടിക്കുലർ പോസ്ചറിൽ ഇങ്ങനെ കോഴി ഇങ്ങനെ നമ്മുടെ കോഴിയുടെ ചിറകിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ പെക്യുലർ പോസ്ചറിൽ ഇങ്ങനെ തല ഇങ്ങനെ ചാച്ച് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോഴി മുട്ടയിടുന്നതൊക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, വാക്സിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇൻഫെക്ഷൻ ബേഴ്സൽ ഡിസീസ് ഓർ IBD എന്താണ്, അതിനെ നമുക്ക് ഗംബോറോ ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ഗംബോറോ ഡിസീസ്. ഇറ്റ് ഈസ് എൻ അക്വേർഡ് കണ്ടേജിയസ് ഡിസീസ് കോസ്ഡ് ബൈ ബിർന വൈറസ് ആണ്. ഇതെല്ലാം വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഓരോ വൈറസുകളാണ് ഇത് കോസ് ചെയ്യുന്നത്. ഓക്കെ, ബേഴ്സ എ ലിംഫോയിഡ് ഓർഗൻ സിറ്റുവേറ്റഡ് അബോവ് ദ ക്ലോയക്ക ഈ സീവിയർലി എഫക്റ്റഡ്. ഓക്കെ, അതായത് നമുക്ക് ബേർഡ്സിൻ്റെ ഉള്ളിൽ ഇൻറ്റസ്റ്റൈൻ ഉണ്ട് അല്ലേ. ഇൻറ്റസ്റ്റൈനൽ റീജിയൻ്റെ ഒരു ഭാഗമാണ് ഈ ബേഴ്സ. ഈ ഒരു ഇങ്ങനെ നമുക്ക് വൻകുടൽ ചെറുകുടൽ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇവിടെ ആയിട്ടൊരു പോർഷൻ ഉണ്ട്. ഇത് കോഴിക്കകത്തുള്ള ആ ഒരു വൻകുടൽ ചെറുകുടൽ പോർഷൻ്റെ അകത്ത് വരുന്നതാണ് ഈ ബേഴ്സ എ ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓർഗൻ ക്ലോയോക്കയ്ക്ക് എബോവ് ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. ആ ഓർഗനാണ് ഈ IBD ഡിസീസ് കാരണം എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, IBD ഡിസീസിൽ എഫക്റ്റ് ചെയ്യുന്നത് ഏത് റീജിയനാണ്, ബേഴ്സ എ എന്ന് പറയുന്നിട്ടുള്ള റീജിയനാണ്. ഇനി സിംറ്റംസ് ഒക്കെ എന്താണ്, വൈറ്റ് വാട്ടറി ഡയറി, ഇത് വെള്ളം പോലെ പോവും. സോയിൽഡ് വെൻറ്റ്, അതായത് ആ ഫീക്കൽ മാറ്റർ പോകുന്ന ആ റീജിയൻ ഭയങ്കര ഇങ്ങനെ കട്ട പിടിച്ച് മണ്ണൊക്കെ കൂടിയ പോലെ ഒരു രീതിക്ക്. അനോറെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിശപ്പില്ലായ്മ. പിന്നെ റഫിൾഡ് ഫെദേഴ്സൊക്കെ ഒരുമാതിരി എന്താ പറയുക, അസുഖം വന്ന പക്ഷികൾക്ക് എങ്ങനെ ഉണ്ടാവും, ഉഷാർ ഉന്മേഷം ഒന്നുമില്ല. അതുപോലെ ഇവർക്ക് അസുഖം ബാധിച്ചങ്ങനെ റഫിൾഡ് അപ്പിയറൻസ് ആയിട്ടുണ്ടാവും. റിലക്റ്റൻസ് ടു മൂവ്, നീങ്ങി നടക്കാനും അതുപോലെ തന്നെ ഓടാനും ചാടാനൊന്നും അവർക്ക് പറ്റില്ല. നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് സിംറ്റംസിനകത്ത് വരുന്നത്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്താണ്, വാക്സിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് ആണ്
ഫോൾ പോക്സ്. ഓക്കെ, ഫോൾ പോക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചിക്കൻ പോക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, അതുപോലെ എന്താണ് ഫോൾ പോക്സ്? കോസൽ ഓർഗാനിസം ഫോൾ പോക്സ് വൈറസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് വൈറസ് നോൺ ഇൻ ബേർഡ്സ്. അപ്പോൾ ബേർഡ്സിലെ ഏറ്റവും വലിയ വൈറസ് ഏതാണ്? വൈറസ് പടർത്തുന്ന രോഗമാണ് എന്ത്? ഫോൾ പോക്സ്. സിംറ്റംസ് എന്തൊക്കെയാണ്? നോഡുലാർ പ്രൊലിഫറേറ്റീവ് സ്കിൻ ലീഷൻസ് കാണും ഇൻ നോൺ ഫെതേർഡ് പാർട്സ് ലൈക്ക് ഹെഡ്, നെക്ക്, ഫീറ്റ് ആൻഡ് ലെഗ്. പുവർ വെയിറ്റ് ഗെയിൻ ഓർ പുവർ എഗ് പ്രൊഡക്ഷൻ. അതായത് നമുക്കറിയാമല്ലേ, കാലിൻ്റെ ഭാഗമൊക്കെ എന്തായിരിക്കും? അധികം ഫെദർ ഇല്ലാത്ത റീജിയനാണ്. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ നൊഡ്യൂള് പോലെ, ഇങ്ങനെ വൈറ്റ് കളറിൽ നൊഡ്യൂള് പോലെ കാലിൻ്റെ അവിടെ, അതുപോലെ തന്നെ ഫെദർ ഇല്ലാത്ത ഭാഗം, കുറച്ച് മറ്റേ ഈ കോഴിയുടെ ബോഡിയുടെ ഈ റീജിയൻ്റെ അടിഭാഗത്തൊന്നും ചിലപ്പോൾ അധികം തൂവൽ കാണില്ല. തൂവലില്ലാത്ത പോർഷൻസിലൊക്കെ ഇങ്ങനെ ഈ നൊഡ്യൂള് പോലെ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ വരുന്നതിനെയാണ് നൊഡ്യൂൾ പ്രൊലിഫറേറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എഗ് പ്രൊഡക്ഷനും കുറവായിരിക്കും, വെയിറ്റ് കുറവായിരിക്കും. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്സിനേഷൻ എടുക്കുക. മോസ്കിറ്റോ ഈസ് നെസറി ടു ചെക്ക് ദ സ്പ്രെഡ്. ഈ ഫോൾ പോക്സ് ക്യാരി ചെയ്യുന്ന ആളുകളാണ് ഈ മോസ്കിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ മോസ്കിറ്റോൻ്റെ സ്പ്രെഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി എന്താണ് മാരക്സ് ഡിസീസ്? മാരക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസൽ ഓർഗാനിസം ഹെർപ്പിസ് വൈറസ് ആണ്. ഓക്കെ, ഒക്കെ വൈറൽ ഡിസീസ് ആയതുകൊണ്ട് വൈറസ് ആണ്, പക്ഷെ പല പല ടൈപ്പ് ഓഫ് വൈറസ് ആണ്. ഹെർപ്പിസ് വൈറസ് എന്താണ് ചെയ്യുന്നത്? സിംറ്റംസ് ആർ വെയ്ഗ്. കറക്റ്റായിട്ടൊരു സിംറ്റം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അഫക്റ്റഡ് ബേർഡ്സ് ഷോ ഡിപ്രഷൻ ബിഫോർ ഡെത്ത്. അതായത് ചത്തു പോകുന്നതിന് മുന്നേ ഒരു ഡിപ്രഷൻ കാണിക്കും. മൊത്തത്തിൽ ഒരു ഉഷാറില്ലായ്മ, ഒരു ഉത്സാഹക്കുറവ്, മൊത്തത്തിലൊരു നിസ്സഹായ അവസ്ഥയാണ് കോഴിക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഡിപ്രഷൻ സ്റ്റേജ്. ഓക്കെ, എ ട്രാൻസിയൻറ്റ് പാരലൈസിസ് സിൻഡ്രോം വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് പോസ്ചർ ഓഫ് വൺ ലെഗ് ഹെൽഡ് ഫോർവേഡ് ആൻഡ് ദ അതർ ബാക്ക്വേർഡ് ഈസ് സീൻ. അതായത് ഒരു കാല് മുന്നിലോട്ട്, ഒരു കാല് ഫസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഒരു കാല്, അതായത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കില്ല. ഒന്ന് വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, ഒരു കറക്റ്റായിട്ട് അതിന് നടക്കാനൊന്നും പറ്റില്ല. സ്കിന്നിൽ എന്ത് കാണും? ല്യൂക്കോസിസ് കാണും. പോസ്ചർ കറക്റ്റ് ആയിരിക്കില്ല കോഴിയുടെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. അതാണ് മാരക്സ് ഡിസീസ്. സ്കിൻ ലൂക്കോസിസ് മാരക് ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് എൻലാർജ്മെൻറ്റ് ഓഫ് ഫെദർ ഫോളിക്കിൾ, തൂവലിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഫോളിക്കിൾസ് രൂപപ്പെടുന്നതാണ്. അത് മുന്നത്തെ ഡിസീസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ട്യൂമർ മേ ഡെവലപ്പ് ഇൻ ലിവർ, ഗൊണാഡ്സ്, സ്കിന്ന്, കിഡ്നി, ഐ ആൻഡ് ബേഴ്സ്. ഇവിടെയൊക്കെ ട്യൂമർ ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്താണ്? വാക്സിനേഷനാണ്. ഓക്കെ, അപ്പം മാരക്സ് ഡിസീസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നത്. അതാണ് ഏവിയൻ ഇൻഫ്ലുവൻസ ഓർ ഫോൾ പ്ലാഗ് എന്ന് പറയുന്നത്. കോസൽ ഓർഗാനിസം എന്താണ്? ഓർത്തോമിക്സോ വൈറസ് ആണ് കോസൽ ഓർഗാനിസം. ഓർത്തോമിക്സോ വൈറസ്. സിംറ്റം എന്താണ്? ലോ പാത്തജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് കോസസ് റെസ്പിറേറ്ററി സൈൻസ് സച്ച് ആസ് ഒക്യുലാർ ആൻഡ് നെയ്സൽ ഡിസ്ചാർജ്, സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് റെസ്പിറേറ്ററി സൈൻസ് ആയിരിക്കും മെയിനായിട്ട് കാണുന്നത്. ഫോൾ പ്ലാഗ് അല്ലെങ്കിൽ കോസ് ചെയ്യുന്നത് ആരാണ്? ഓർത്തോമിക്സോ വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. അത് റെസ്പിറേറ്ററി സൈൻസുകളാണ് കൂടുതൽ. ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. ഓക്കെ, നെയ്സൽ ഡിസ്ചാർജ് കാണും, അതുപോലെ തന്നെ സൈനസൈറ്റിസ് കാണും. മോർട്ടാലിറ്റി ഇൻക്രീസസ് ബൈ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതർ വൈറൽ ഇൻഫെക്ഷൻ ആൻഡ് സ്ട്രെസ്. ഹൈ പാത്തജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ കോസസ് ഹൈ മോർട്ടാലിറ്റി. അതായത് മെയിനായിട്ട് ഇത് നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. മോർട്ടാലിറ്റി റേറ്റ് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വഴിയായിരിക്കും മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നത്. അതർ വൈറൽ ഇൻഫെക്ഷൻ ആൻഡ് സ്ട്രെസ്സുകളൊക്കെ ഇതുവഴി നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഫോൾ പ്ലാഗ് ആണ്. ചിലപ്പോൾ ഫില്ലപ്പ് ദ ബ്ലാങ്ക് അല്ല, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. ചിലപ്പോൾ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് തരില്ല, ഫോൾ പ്ലാഗ് എന്നായിരിക്കും തരുന്നത്. ഓക്കെ, അടുത്താണ് ഇൻ അക്യൂട്ട് കേസസ് ഈഡിമ ഓഫ് ഹെഡ്, കോംബ് ആൻഡ് വാട്ടിൽ, blood tinged oral and nasal discharges are seen. In severely affected birds, greenish diarrhea is common. അതായത് acute കേസസിൽ edema of head, ഭയങ്കര ക്രോണിക് അക്യൂട്ട് ആയിട്ടുള്ള സംഭവത്തിൽ എന്ത്? ക്രോണിക് അക്യൂട്ട് രണ്ടാണ്. അക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേജിൽ എന്ത് സംഭവിക്കും? ഈ ഹെഡിനൊക്കെ, ഹെഡ് റീജിയൻ ഉണ്ടല്ലോ, നമ്മുടെ കോഴിയുടെ തലഭാഗം, അവിടെയൊക്കെ നീര് വന്ന പോലെ വീർത്ത് വീക്കം കെട്ടിയിരിക്കുന്ന കാണാം. കോമ്പിലും വാട്ടിലും നീരും വരും. വാട്ടിൽ എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ അവിടെ തൂങ്ങിക്കിടക്കുന്നതിനാണ് വാട്ടിൽ എന്ന് പറയുന്നത്. കോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയനാണ്. ഓക്കെ, ബ്ലഡ് ആൻഡ് ടിഞ്ച്ഡ് ഓറൽ നെയ്സൽ ഡിസ്ചാർജസ് കാണും. സിവിയർലി എഫക്റ്റഡ് ബേർഡ്സിൽ ഗ്രീനിഷ് ഡയറിയ കാണും.
പിന്നെ സർവൈവ്ഡ് ബേർഡ്സ് ഷോ ടോർട്ടിക്കോളിസ് ആൻഡ് ഇൻകോർഡിനേസ്. അതായത് ടോർട്ടിക്കോളിസ് എന്ന് പറഞ്ഞാൽ കാല് വയ്യ, മൊടന്തന്മാരെ പോലെ ഈ കോഴി ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണാം. കാല് വയ്യാത്ത പോലെ മൊടന്ത് പിടിച്ച പോലെ കോഴി ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ നടത്തത്തിൽ ഒരു കോർഡിനേഷൻ കാണില്ല, ഒരു ഇൻകോർഡിനേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അതാണ് ടോർട്ടിക്കോളിസ്. നടക്കാനുള്ള ബുദ്ധിമുട്ട്, കാല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കോഴിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഡിസീസാണ് ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.